Hello everyone, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam channelലേക്ക് സ്വാഗതം. It's me, Lerin Davis, your physics master teacher. അവയുടെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷന്റെ റിവിഷൻ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡീൽ ചെയ്യുന്നത്. സോ ആർക്കെങ്കിലും ഇതിന്റെ കംപ്ലീറ്റ് ലെക്ചർ അതായത് ഇൻ ഡെപ്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വൺ ഷോട്ട്സ് അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ നമ്മൾ ഈ ചാപ്റ്ററിന്റെ PYQs കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് മാക്സിമം നമ്പർ ഓഫ് PYQs ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അവിടെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതായത് ഈ ഒരു ചാപ്റ്റർ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ വേദാന്തു മലയാളം അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ ലെറിൻ മാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഈ ഒരു വീഡിയോന്റെ താഴെ മാം വൺ ഷോട്ട് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യുവാണെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ തരുന്നതായിരിക്കും. സോ ബിഫോർ ദാറ്റ് എടാ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഷെയർ ചെയ്യണം കേട്ടോ. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് റിവിഷൻ വീഡിയോസ്, NCERT ലൈൻ ബൈ ലൈൻ വീഡിയോസ്, അതേപോലെ തന്നെ എന്താ പറയാ നിങ്ങൾക്ക് വേണ്ടി മാരത്തൺ, അതുപോലെ തന്നെ 2020 സീരീസ്, ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ 10 days ചാലഞ്ചിലാണ്. പലരും ഈ ഒരു വീഡിയോ കാണുമ്പോഴാണ് ഇവർക്ക് 10 days ചാലഞ്ച് ഒക്കെ ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കുന്നത്. സോ എടാ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു സെഷൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇവിടെ 100 കാരണങ്ങളുണ്ട്. അത്രയും നമ്പർ ഓഫ് മൾട്ടിപ്പിൾ വെറൈറ്റീസ് ഓഫ് വീഡിയോസ് ആണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും ഇവിടെ. സോ അങ്ങനെയാണെങ്കിൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. സോ ഫാർ നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് തുടങ്ങുന്നത് വരെ നമ്മൾ പാർട്ടിക്കിൾസിനെ ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ബോഡീനെ നമ്മൾ ഡീൽ ചെയ്യുന്നത് പോയിന്റ് മാസ് ആയിട്ടായിരുന്നു. അതായത് അതിന്റെ ഷേപ്പ്, സൈസിനൊന്നും കുറിച്ച് നമ്മൾ പറയുന്നില്ല. പക്ഷേ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ നെയിം ഇറ്റ്സെൽഫ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരുപാട് പോയിന്റ് മാസസിന്റെ അടുക്കടുക്കായിട്ട് വെച്ചിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. അതായത് ഒരു ബോഡീനെ തന്നെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ അല്ലടാ? സോ അങ്ങനെ എന്താ പറയാ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ചേർന്നിട്ടുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ബോഡീനെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ ഡീൽ ചെയ്യുക. സോ ഫാർ നമ്മൾ റിജിഡ് ബോഡി എന്താണെന്നുള്ളത് നമുക്കറിയാം. ആ പേര് പറയുന്നത് പോലെ തന്നെ ദൃഢതയുള്ളത് എന്നാണ് ഈ ഒരു പേരിന്റെ അർത്ഥം. അതേപോലെ തന്നെ അത് തന്നെയാണ് അതിന്റെ ഒരു മീനിങ്. അതായത് എന്താ പറയാ ദൃഢതയുള്ളത്, ഇത്രയും പാർട്ടിക്കിൾസ് ഉള്ള സൈസും ഷേപ്പും ഉള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ദൃഢതയുള്ളത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിജിഡ് ബോഡി എന്ന് പറയുന്നത്. സോ ഷേപ്പ്, സൈസ് ആൻഡ് എന്താ പറയാ സിസ്റ്റം റിമൈൻസ് ദ സെയിം. അതായത് നമ്മളിപ്പം എന്താ പറയാ ഒരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യത്തില്ല, യെസ് അതിന്റെ സൈസിലോ ഷേപ്പിലോ ഒന്നും മാറ്റം വരത്തില്ല. അതേപോലെ തന്നെ ഒരു രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അത് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ ഡിസ്റ്റൻസ് കൂടുകയോ കുറയുകയോ ചെയ്യത്തില്ല. ഓക്കെ അല്ലെ? ആ ഒരു രണ്ട് പാർട്ടിക്കിൾസ് മീൻസ് ഒരു സിസ്റ്റം, ഒരു ബോഡി എന്ന് പറയുമ്പോൾ അത്രയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. സോ അത്രയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, സെയിം തന്നെയായിരിക്കും. അതേപോലെ തന്നെ എന്താ പറയാ നമുക്കറിയാം പെർഫെക്റ്റ്ലി റിജിഡ് ബോഡി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എവിടെയും ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്ന ഡീഫോമിംഗ് ഫോഴ്സ് അതിനെ ഡീഫോം ചെയ്യും. ഓക്കെ അല്ലെ? ഒരു പരിധി കഴിഞ്ഞ് നമ്മൾ ഏതൊരു ഒബ്ജക്റ്റിനും കൊടുക്കുന്ന എന്താ പറയാ ഈ പറയുന്ന ഫോഴ്സ് അത് തീർച്ചയായിട്ടും അതിന്റെ ഷേപ്പിനെ ബാധിക്കും. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത് ടിൽ ദാറ്റ് ഫോഴ്സ്. ഓക്കെ, ഓരോ ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ എന്റെ ഈ ഒരു പെന്നിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എത്രത്തോളം ഫോഴ്സ് കൊടുത്താൽ ഇത് ഡീഫോം ചെയ്യത്തില്ല. ഓക്കെ, അപ്പം ഒരു പോയിന്റ്, ഒരു പെർട്ടിക്കുലർ ഫോഴ്സ് എത്തുമ്പോൾ എന്തായിരിക്കും ഇത് ഡീഫോം ചെയ്യും. സോ അതുവരെയും അതിനെ എന്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്, റിജിഡ് ബോഡി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. സോ ഈ റിജിഡ് ബോഡി എന്ന് പറയുമ്പോൾ അവിടെ സർക്കുലർ അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷൻ ഉണ്ടായിരിക്കും. അപ്പൊ സർക്കുലർ മോഷൻ, റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്നതിന്റെ ഡിഫറൻസ് ആണ് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സർക്കുലർ മോഷൻ എന്ന് പറയുമ്പോൾ ഒരു പാർട്ടിക്കിളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഈ ഒരു പാർട്ടിക്കിൾ A1 എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിള് എന്റെ മോഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, യെസ് അത് സർക്കുലർ മോഷൻ ആണെന്ന് പറയും. പക്ഷെ അതേസമയം റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അവർ എങ്ങനെ മൂവ് ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി റൊട്ടേഷൻ. ഓക്കെ, a circular motion is generally defined for a particle. The term rotational motion is used in the case of an extended body. Extended body എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ എന്താ പറയുക റിജിഡ് ബോഡി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. എക്സ്റ്റെൻഡഡ് ബോഡി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോയിന്റ് മാസ് അല്ല എന്നുള്ളതാണ്. സോ ഒരു പെർട്ടിക്കുലർ പാർട്ടിക്കിൾ എങ്ങനെയാണ് പോകുന്നത്, അതായത് ഇപ്പൊ നമ്മുടെ ഒരു സ്ഫിയർ ഉണ്ട്. ഓക്കെ, ഒരു സ്ഫിയർ ഉണ്ട്, അതിൽ ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് അതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് വിചാരിക്കുക. ഓക്കെ അല്ലെ? ആക്സിസ് ഓഫ് റൊട്ടേഷൻ, അതായത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് കറങ്ങുന്നുണ്ടാവാം. ഈ ആക്സിസ് ഓഫ് റൊട്ടേഷനിലെ പാർട്ടിക്കിൾസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, യെസ് അത് മൂവ് ചെയ്യുന്നില്ല. അതെല്ലാം എന്താണ്, സ്റ്റേഷനറി ആണ്.
ഓക്കെ അല്ലേ? ഇത് ഈ ചാപ്റ്ററിന്റെ ബേസ് ആണ് കേട്ടോ പറയുന്നത്, ബേസ് ആണ് പറയുന്നത്. ഇത് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അടുത്ത ഭാഗങ്ങളിലോട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും. സോ അതായത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ അല്ലെങ്കിൽ ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഇതിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ്, ഓക്കെ അല്ലെ, ഒരു പർട്ടിക്കുലർ പോയിന്റിനെ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ് റിവോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ആ പോയിന്റ് റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു മോഷൻ നമുക്ക് എന്ത് പറയാം, സർക്കുലർ മോഷൻ എന്ന് പറയും. പക്ഷെ അതേസമയം n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അവിടെ ഉണ്ടെങ്കിൽ ആ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ മോഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, റൊട്ടേഷണൽ മോഷൻ ആയിരിക്കും. ഓക്കെ അല്ലെ? അതൊരു ആക്സിസ് ഓഫ് റൊട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അത് കറങ്ങുന്നത്. ഓക്കെ അല്ലെ? ഇനി ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രേറ്റ് ലൈൻ ആണ് പാസിംഗ് ത്രൂ ഓൾ ഫിക്സഡ് പോയിന്റ്സ് ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി. ഓക്കെ അല്ലെ? ഇനി അടുത്തത് ഇറ്റ് ഡസ് നോട്ട് ഹാവ് ടു പാസ് ത്രൂ ദ ബോഡി ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് ടു ബി ഫിക്സഡ്. അത് ഫിക്സഡും ആകാം ഫിക്സഡ് അല്ലാതെ ആകാം. അതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വൺ ഷോട്ടിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഓഫ് മോഷൻസ് ആണ്. 3 ടൈപ്പ് ഉണ്ട് മേജർ ആയിട്ട് പറയുകയാണെങ്കിൽ. പക്ഷെ അതിൽ നിങ്ങൾക്കുള്ള റോളിംഗ് മോഷൻ പഠിക്കാനില്ല. ഓക്കെ അല്ലേടാ? റോളിംഗ് മോഷനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. അപ്പൊ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് പ്യുവർ ട്രാൻസ്ലേഷണൽ മോഷൻ ആണ്. ഓക്കെ അല്ലെ? പ്യുവർ ട്രാൻസ്ലേഷണൽ മോഷൻ, അതായത് അവിടെ നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ബോഡി മൂവ് ചെയ്യുവാണ്. ഓക്കെ അല്ലെ? അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഓഫ് ഈച്ച് പാർട്ടിക്കിൾ വിത്തിൻ എ പെർട്ടിക്കുലർ ടൈം ഇന്റർവെൽ സെയിം. അതായത് ഇപ്പം ഇതാണ് നമ്മുടെ ബോഡി. ഇതിലുള്ള ഏത് പാർട്ടിക്കിളിനെ നോക്കിയിട്ടുണ്ടെങ്കിലും ആ പാർട്ടിക്കിളിന്റെ സ്പീഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ടൈമിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതായത് അതിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ അതിന്റെ സ്പീഡ് സെയിം ആയിരിക്കും ഇൻ പ്യുവർ ട്രാൻസ്ലേഷൻ മോഷൻ. ഇനി പ്യുവർ റൊട്ടേഷണൽ മോഷൻ പറയുവാണ്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റിന് പകരം റൊട്ടേഷണൽ മോഷൻ പറയുമ്പോൾ നമ്മൾ എന്താ പറയാ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആ പറയാ. ഓക്കെ അല്ലെ? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ആ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു പാർട്ടിക്കിളിനെ സംബന്ധിച്ചിടത്തോളം അതെന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ അല്ലെ? ആൻഡ് സെയിം ദൂരത്തിൽ നിന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ എന്താ പറയാ, ഈ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ആംഗുലാർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലാർ സ്പീഡ് സെയിം ആയിരിക്കും. ക്ലിയർ അല്ലേ? സോ അതാണ് പറയുന്നത്. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തോട് നമ്മൾ വന്നു. നമ്മുടെ സെന്റർ ഓഫ് മാസ് ആണ്. സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. എന്താണ് സെന്റർ ഓഫ് മാസ്? സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതായത് നമുക്ക് എന്താ പറയാ, ഒരു ബോഡിയുടെ എൻറ്റയർ മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നത്? വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. നമുക്ക് പല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മോഷൻസിനെയും എന്ത് ചെയ്യാൻ പറ്റും, സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റും. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അതായത് ഇപ്പൊ നമ്മളൊരു ഒരു കുപ്പി ത്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ അല്ലെ? അപ്പം ആ ത്രോ ചെയ്യുമ്പോൾ എന്താണ്, ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഒരു പരാബോളിക് പാത്ത് അത് ഫോളോ ചെയ്യുന്നത്. സോ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ ഞാൻ കൺസിഡർ ചെയ്യുകയാണ് ഈ കുപ്പി അല്ലെങ്കിൽ ഈ ഒരു പെന്നിന്റെ സെന്റർ ഓഫ് മാസ് ഉണ്ടല്ലോ, അത് എക്സാക്ട്ലി എവിടെയാണെന്ന് എനിക്കറിയാം. അതായത് എൻറ്റയർ ഈ ഒരു ബോഡിയുടെ അല്ലെങ്കിൽ എൻറ്റയർ ഈ ഒരു പേനയുടെ എന്താ പറയാ, സെന്റർ ഓഫ് മാസ് എത്രയാണെന്നുള്ളത് ഓക്കെ സെന്റർ ഓഫ് മാസ് എത്രയാണെന്നുള്ളത്, ഇത് ഉരുണ്ടു പോവാണ്, എന്റെ കയ്യിന്റെ കുഴപ്പമാണെന്ന് അറിയത്തില്ല. യെസ്, എനിവേ യെസ്, ഇതാണ് സെന്റർ ഓഫ് മാസ്. ഈ പെന്നിന്റെ സെന്റർ ഓഫ് മാസ് ആണ് ഇത്. ഓക്കെ, സോ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പെന്നിന്റെ അല്ലെങ്കിൽ ഏതാണോ ആ ബോഡിയുടെ കംപ്ലീറ്റ് മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ് ആയിരിക്കും സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനിലോട്ട് വരാം. അപ്പൊ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ 2 പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, അത് സ്ട്രെയിറ്റ് ലൈനിലാണ് ഇരിക്കുന്നത്, m1 ഉം m2. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ m1ലോട്ടുള്ള ഡിസ്റ്റൻസ് x1 ആണ്, m2ലോട്ടുള്ള ഡിസ്റ്റൻസ് x2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ എങ്ങനെ പറയാൻ പറ്റുക? യെസ്, m1 x1 പ്ലസ് m2 x2 ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ മാസ്. ഓക്കെ അല്ലെ? ഇതാണ് സെന്റർ ഓഫ് മാസ്. ഇനി ലെറ്റ്സ് സേ സപ്പോസ് ഇതിന് 2 കോർഡിനേറ്റ് ഉണ്ട്. ഓക്കെ, മേ ബി ഇത് എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിൽ വരണമെന്നില്ലല്ലോ പാർട്ടിക്കിൾസ്, 2 കോർഡിനേറ്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? യെസ്, സെന്റർ ഓഫ് മാസ് എക്സ് ആക്സിസിലുള്ളത് അല്ലെങ്കിൽ XCOM, അതേപോലെ തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? YCOM കണ്ടുപിടിക്കണം. എങ്ങനെ YCOM കണ്ടുപിടിക്കാം? m1 y1 പ്ലസ് m2 y2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇനി അതേപോലെ നമുക്ക് തേർഡ് ഒരു കോർഡിനേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? m1 z1 പ്ലസ് m2 z2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇനി n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക അല്ലെ, m3 x3 പ്ലസ് m4 x4 എക്സെട്ര. ഇവിടെയാണെന്നുണ്ടെങ്കിലോ m3 പ്ലസ് m4 എക്സെട്ര. ക്ലിയർ അല്ലടാ? സോ ഇനി നമുക്ക് ഇതേപോലെ 3 കോർഡിനേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ നമുക്ക് എങ്ങനെ പറയാം? XCOM, y സെന്റർ ഓഫ് മാസ് ആൻഡ് z സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. 2 കോർഡിനേറ്റ് ആണെന്നുണ്ടെങ്കിൽ XCOM, YCOM. ഓക്കെ അല്ലേ? സോ ഇതേപോലെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്കറിയാം നമ്മുടെ ചുറ്റിനുള്ള ബോഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം എന്തല്ല, കണ്ടിന്യൂസും
ഇതേപോലെ നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാം എന്താണ് കണ്ടിന്യൂസ്, അതായത് അടിക്കടിക്ക് മാസ് ഇങ്ങനെ വെച്ചിരിക്കുന്ന പോലെയാണ് അല്ലെ, കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ആ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സമ്മേഷൻ എടുക്കാൻ പറ്റില്ല അല്ലെ. ഇവിടെ നമ്മൾ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ MI/XI ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇടാനായിട്ട് പറ്റത്തില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം. അങ്ങനെ ഇന്റഗ്രേറ്റ്, അതായത് കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മാസ് കണ്ടുപിടിക്കാൻ, സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ XCOM വിൽ ബി ഈക്വൽ ടു XDM ഡിവൈഡഡ് ബൈ M വരും. X എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനിൽ നിന്നും ഇത് എത്രത്തോളം ഡിസ്റ്റൻസ് അകലെയാണ്. DM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു മാസ് ആണ് കൺസിഡർ ചെയ്യുക. ആൻഡ് ക്യാപിറ്റൽ ലെറ്റർ M എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ മാസ് ആണ് വരുന്നത്. ഓക്കെ അല്ലേ. സോ XCOM വിൽ ബി ഈക്വൽ ടു ഇന്റഗ്രൽ XDM ഡിവൈഡഡ് ബൈ M ആൻഡ് അതേപോലെ തന്നെ YCOM ആൻഡ് ZCOM. ഇത് എപ്പോഴാണ്, യെസ് കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ, അടുക്കി വെക്കുന്ന പോലെ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ എല്ലാ പോയിന്റ് മാസസ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതാണെങ്കിൽ, അതായത് റിയൽ ലൈഫിൽ കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലെ. ഓക്കെ, നമ്മൾ കാണുന്ന എല്ലാ പോയിന്റ്സും എന്താണ്, ഇതേപോലെ ഒരുപാട് പോയിന്റ് മാസസ് കൂടി ചേർന്നതാ. അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ്, നമ്മൾ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ അല്ലേ. അപ്പൊ സെന്റർ ഓഫ് മാസ് എന്താന്ന് മനസ്സിലായല്ലോ. ഇനി മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇത് പഠിക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോ പറഞ്ഞു XCOM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ M1x1 പ്ലസ് M2x2 പ്ലസ് എക്സെട്ര MNXN ഡിവൈഡഡ് ബൈ എന്താണ്, ക്യാപിറ്റൽ ലെറ്റർ M. ക്യാപിറ്റൽ ലെറ്റർ M എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, യെസ് M1 പ്ലസ് M2 പ്ലസ് എക്സെട്ര MN അല്ലെ, ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ വെക്ടർ ആണ് എടുക്കുന്നത് വിചാരിക്കും. സോ വെക്ടർ XCOM which is equal to എന്താണ്, M1x1 പ്ലസ് M2x2 എക്സെട്ര. ഞാൻ ഇവിടെ മാസ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈയും കൂടെ ചെയ്തു. ഓക്കെ അല്ലെ. അപ്പൊ ഇപ്പൊ എന്താടാ വന്നത്, യെസ് നമുക്ക് കിട്ടി മൊമെന്റ് ഓഫ് മാസ് എന്ന് വരും അല്ലെ, മൊമെന്റ് ഓഫ് മാസ്. ഓക്കെ അല്ലെ, മൊമെന്റ് ഓഫ് ടോട്ടൽ മാസ്, സോറി മൊമെന്റ് ഓഫ് മാസ് എന്നുള്ളത് നമുക്ക് കിട്ടി അല്ലെ. അല്ലെങ്കിൽ നമുക്ക് പറയാം മാസ് മൊമെന്റ് ഓഫ് സെന്റർ ഓഫ് മാസ്. ഓക്കെ അല്ലെ, മാസ് മൊമെന്റ് ഓഫ് സെന്റർ ഓഫ് മാസ് നമുക്ക് കിട്ടി. ഇനി ഇതേപോലെ തന്നെ എനിക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. ഈ ഒരു ഇക്വേഷൻ നമ്പർ 1 ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ M എന്ന് പറയുന്നത് ടോട്ടൽ മാസ് എന്ന് പറയുന്നത് വാരിയിങ് ഒന്നും അല്ല അല്ലെ. അപ്പൊ ഞാൻ എന്തിനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി, XCOM മാത്രം ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. സോ ഹിയർ ഓൾസോ ഇറ്റ് വിൽ ബി ദ സെയിം dx1 അതേപോലെ തന്നെ M2 എക്സെട്ര MN dxn by dt എന്ന് വരും. ഓക്കെ അല്ലേടാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അറിയാലോ dx/dt എന്ന് പറയുന്നത് എന്തായിരിക്കും, വെലോസിറ്റി ആയിരിക്കും അല്ലെ. അപ്പം വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് ഇൻറ്റു വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും വരുന്നത്, M2 V2 പ്ലസ് എക്സെട്ര MN VN. ക്ലിയർ അല്ലടാ. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. ഇങ്ങനെ നമുക്ക് പ്രോബ്ലംസ് ചോദിക്കോട്ടെ, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കും. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ അറിയാം, അതായത് മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, മൊമെന്റം ആണ് അല്ലെ. മൊമെന്റം വിൽ ബി ഈക്വൽ ടു P1 പ്ലസ് P2 പ്ലസ് P3 പ്ലസ് എക്സെട്ര PN അല്ലെ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇനി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, യെസ് നമുക്ക് ഇതിൽ നിന്ന് വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാം അല്ലെ. ഈ ഒരു ഇക്വേഷൻ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം. ഇനി അതേപോലെ തന്നെ ഞാൻ ഇക്വേഷൻ 3നെ ഒന്നും കൂടെ ഇക്വേഷൻ 2നെ ഞാൻ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് M ഇൻറ്റു dVCOM ഡിവൈഡഡ് ബൈ dt will be equal to M1 into dV1 divided by dt plus M2 dV2 divided by dt plus etc Mn dVn divided by dt. ക്ലിയർ ആയല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ dV/dt again ആക്സലറേഷൻ അല്ലെ. സോ COM സെന്റർ ഓഫ് മാസിന്റെ ആക്സലറേഷൻ, ഇത് ക്യാപിറ്റൽ M ആണ് കേട്ടോ, ടോട്ടൽ മാസ് ആണ്. ദിസ് വിൽ ബി M1 A1 പ്ലസ് M2 A2 പ്ലസ് എക്സെട്ര MN AN. ഓക്കെ, ഇനി നമ്മുടെ സെന്റർ ഓഫ് മാസിന്റെ ആക്സലറേഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, യെസ് M1 A1 പ്ലസ് M2 A2 പ്ലസ് എക്സെട്ര MN AN ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M. ഓക്കെ അല്ലേ. ഇനി നമുക്കറിയാം മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 4 ആണ്. ഓക്കെ, ഇക്വേഷൻ നമ്പർ 4 ആണ്. ആൻഡ് വി ക്യാൻ കൺസിഡർ ദിസ് ആസ് ഇക്വേഷൻ നമ്പർ 5. 4ൽ നിന്ന് ഉൾത്തിരിഞ്ഞ് വന്ന ഒരു ഇക്വേഷൻ ആണ്. എന്നിരുന്നാലും ഓക്കെ അല്ലെ, മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ഫോഴ്സ് ആണ്. ഓക്കെ അല്ലെ. സോ F1 പ്ലസ് F2 പ്ലസ് എക്സെട്ര പ്ലസ് എന്താണ് FN. ഓക്കെ അല്ലേ. സോ ഇവിടെ നമുക്ക് എന്താ പറയാ, സെന്റർ ഓഫ് മാസിന് കിട്ടുന്ന എന്താ പറയാ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും, എക്സ്റ്റേണൽ ഫോഴ്സ് ആയിരിക്കും കേട്ടോ. എക്സ്റ്റേണൽ ഫോഴ്സ് ആയിരിക്കും സെന്റർ ഓഫ് മാസിന് കിട്ടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. എന്താണ് എക്സ്റ്റേണൽ ഫോഴ്സ്? കാരണം എന്താണ്, ഇന്റേണൽ ഫോഴ്സസ്, ഓക്കെ ഇന്റേണൽ ഫോഴ്സസ്, ഒരു സിസ്റ്റത്തിലെ ഇന്റേണൽ ഫോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. കാരണം ഇന്റേണൽ ഫോഴ്സ് ഓൾവേസ് എന്തായിരിക്കും,
യെസ് പെയർ ആയിട്ടായിരിക്കും, ഓപ്പോസിറ്റ് പെയേഴ്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. സോ അതെന്തായി പോവും, ക്യാൻസൽ ആയി പോകും. ഓക്കെ അല്ലടാ? സോ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക എന്താണ് ഈ പറഞ്ഞ എന്താ പറയുക സെന്റർ ഓഫ് മാസിന്റെ കിട്ടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇന്റേണൽ ഫോഴ്സ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. എന്തുകൊണ്ടാണ് ഇന്റേണൽ ഫോഴ്സ് അല്ലാത്തത്? യെസ് ഇന്റേണൽ ഫോഴ്സ് എല്ലാം ഓപ്പോസിറ്റ് പെയേഴ്സ് ആയിട്ടായിരിക്കും. ഓക്കെ അല്ലെ? ഓപ്പോസിറ്റ് പെയേഴ്സ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. സോ നെറ്റ് ഫോഴ്സ്, നെറ്റ് ഇന്റേണൽ ഫോഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0. സോ അവിടെ സെന്റർ ഓഫ് മാസിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ എന്ത് മാത്രമാണ്, എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. അതാണ് നമ്മുടെ ക്രാക്കേഴ്സിൽ ഓക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, അതായത് പടക്കം പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെന്റർ ഓഫ് മാസിന്റെ പാത്ത് എങ്ങനെയായിരിക്കും? സെന്റർ ഓഫ് മാസ് ആ പാരാബോളിക് പാത്ത് തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത്. ബിക്കോസ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഇന്റേണൽ ഫോഴ്സിനെ, ഓക്കെ പടക്കം പൊട്ടുന്നതുകൊണ്ടാ ഇന്റേണൽ ഫോഴ്സ് അല്ലേ? സോ ആ ഇന്റേണൽ ഫോഴ്സിന് അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ അതിന്റെ ഫ്രാഗ്മെന്റ്സ് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ ഫ്രാഗ്മെന്റ്സ് വേറെ വേറെ ഡയറക്ഷനിൽ പോകുമായിരിക്കും. ബട്ട് എക്സാക്ട്ലി പടക്കം എന്ത് ചെയ്തത്, പടക്കത്തിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എന്തേ ചെയ്യത്തുള്ളൂ, പാരാബോളിക് പാത്ത് തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇനി ഓൾസോ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഒരു തിൻ റോഡിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയായിരിക്കും വരുന്നുണ്ടാവുക? ഓക്കെ അല്ലെ? തിൻ റോഡിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയാ വരാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യെസ് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ തിൻ റോഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഹാഫിലായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം ഈ പെന്നിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് ചെറുതായിട്ട് അതിന്റെ വെയിറ്റിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പം എക്സാക്ട്ലി സെന്ററിലായിരിക്കില്ല ഇതിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? എക്സാക്ട്ലി സെന്ററിലായിരിക്കില്ല, പക്ഷെ ഈക്വൽ വെയിറ്റ് ആണ്. അതായത് രണ്ടിടത്തും ഈക്വൽ മാസ് ആണ്, അതിൽ മാറ്റമൊന്നുമില്ല. ഇത് തിൻ റോഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താ അറിയാം, യെസ് എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും. സോ എക്സാക്ട്ലി അതിന്റെ സെന്ററിലായിരിക്കും വരുന്നത്. ഇനി സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻസ് നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ, ഓക്കെ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻസ് നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഇപ്പം എന്താ പറയാ നമ്മൾ പറയുന്നു ഒരു സ്ഫിയർ, ഓക്കെ ഒരു സ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സെന്ററിലായിരിക്കും. അതേപോലെ തന്നെ ഒരു തിൻ റോഡ് ആണ്, ഓക്കെ തിൻ റോഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സെന്ററിലായിരിക്കും. അതേപോലെ തന്നെ ഒരു റിംഗ് ആണെന്നുണ്ടെങ്കിലും, റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിന്റെ ഉള്ളിലൊന്നും ഇല്ല അല്ലെ, ഉള്ളു പൊള്ളയാണ്. അപ്പം തീർച്ചയായിട്ടും ഇവിടെ തന്നെയായിരിക്കും അതിന്റെ സെന്റർ ഓഫ് മാസ് വരുന്നത്. ഇനി അതേപോലെ തന്നെ എന്താണ്, ഇപ്പം ഡിഫറെന്റ് ഷേപ്പ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക, അതിന്റെ വെയിറ്റ് എങ്ങോട്ടാണുള്ളത്, ആ വെയിറ്റ് കൂടിയ ഭാഗത്തേക്കായിരിക്കും അതിന്റെ സെന്റർ ഓഫ് മാസ് ആക്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലടാ? സോ ഇത്രയും കാര്യങ്ങൾ തിൻ റോഡിന്റെ ക്വസ്റ്റ്യനും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ അടുത്തത് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ചോദിക്കുകയല്ല പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് വെക്ടർ പ്രൊഡക്റ്റ്. വെക്ടർ പ്രൊഡക്റ്റിന്റെ സംഭവങ്ങൾ നിങ്ങൾ വൺ ഷോട്ട് കാണുക കേട്ടോ. ഓക്കെ വളരെ സിമ്പിൾ ആണ്, വൺ ഷോട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടുവെക്കുക വെക്ടർ പ്രൊഡക്റ്റ് എന്താണ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. സോ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ A ക്രോസ് B, ഓക്കെ നമ്മൾ രണ്ട് എന്താ പറയാ വെക്ടേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വേറൊരു വെക്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും, വെക്ടർ പ്രൊഡക്റ്റ് എന്ന് പറയും. ഓക്കെ അല്ലെ? വെക്ടർ പ്രൊഡക്റ്റ് എന്ന് നമ്മൾ പറയും. ക്ലിയർ ആയില്ലോടാ? ഇനി അതേപോലെ തന്നെ ഈ വെക്ടറിനാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഡയറക്ഷൻ ഉണ്ടാവും. ഓക്കെ അപ്പം ഈ സി എന്ന് പറയുന്നത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം. അപ്പം ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഓൾസോ നമ്മൾ ഇനി എന്ത് പഠിക്കണം, യൂണിറ്റ് വെക്ടേഴ്സ് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്താണ് വരിക എന്നുള്ളതും കൂടെ നമ്മൾ പഠിച്ചിരിക്കണം. ലെറ്റ്സ് സേ I ക്രോസ് J വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, ദാറ്റ് വിൽ ബി കെ ക്യാപ്പ് ആയിരിക്കും. ഓക്കെ അല്ലെ? അതേപോലെ തന്നെ J ക്രോസ് I ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, മൈനസ് കെ ക്യാപ്പ് ആയിരിക്കും. ഇതേപോലെ ഓരോന്നിന്റെയും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പർട്ടീസ് പറയുവാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇത് വെക്ടർ പ്രൊഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് അല്ല, അതായത് A ക്രോസ് B എന്ന് പറയുന്നത് വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു B ക്രോസ് A. ഓക്കെ B ക്രോസ് A, പക്ഷെ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. നമ്മളിവിടെ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്. ഇനി നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു A ഡോട്ട് B എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു B ഡോട്ട് A. അവിടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് അവിടെ ബാധിക്കുന്നില്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇവിടെ ബാധിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആക്സെപ്റ്റഡ് ആണ്, അല്ലെങ്കിൽ അത് ഒബേ ചെയ്യുന്നുണ്ട്. Okay, that is A cross B cross C, B cross plus B plus C, which is equal to എന്താണ്, A cross B plus B cross C, A cross C. ഓക്കെ അല്ലെ? സോ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഉണ്ട്. അതേപോലെ തന്നെ ഇനി ലെറ്റ്സ് സേ നമ്മൾ സെയിം വെക്ടർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഓക്കെ മൾട്ടിപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ദ ആൻസർ വിൽ ബി 0. കാരണം ഒന്ന് ചിന്തിച്ചാടാ, അപ്പം സെയിം വെക്ടർ A എന്ന് പറയുന്ന വെക്ടർ ആ A എന്ന് പറയുന്ന വെക്ടർ കൊണ്ട് തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ആംഗിൾ എത്രയായിരിക്കും, ദാറ്റ് വിൽ ബി സൈൻ 0. ഓക്കെ ആംഗിൾ എന്ന് പറയുന്നത് സൈൻ 0 ആണ്. അതായത് A ക്രോസ് B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ which is equal to AB sin theta ആണ്. അതായത് എക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ ആണ്. സോ ഹിയർ ഇറ്റ് വിൽ ബി സെയിം വെക്ടേഴ്സ് ആണെങ്കിൽ ഹിയർ ഇറ്റ് വിൽ ബി 0. സോ സൈൻ 0ന്റെ വാല്യൂ എന്താണ്, ദാറ്റ് 0. ഓക്കെ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ A ക്രോസ് A ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെയിം വെക്ടേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി 0 ആയിരിക്കും. അതേസമയം നമ്മൾ ഡോട്ട് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മൾ ഡോട്ട് പഠിച്ചപ്പോൾ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് A സ്ക്വയർ. കാരണം എന്താണ്, അവർ തമ്മിലുള്ള ആംഗിൾ 0 ആണ്. പക്ഷെ നമുക്കറിയാം A ഡോട്ട് B പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് AB cos theta ആണ്. സോ cos 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് 1. സോ നമുക്ക് കിട്ടും A, ഇവിടെ B എന്ന് പറയുന്നത് A ആയതുകൊണ്ട് തന്നെ we will get it as A square. ഓക്കെ അപ്പൊ സെയിം വെക്ടേഴ്സ് കൊണ്ട് ഡോട്ട് പ്രോഡക്റ്റ് ആണെങ്കിൽ അതിന്റെ സ്ക്വയർ ആയിരിക്കും കിട്ടുക, ബട്ട് അറ്റ് ദ സെയിം ടൈം ക്രോസ് പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. ഓൾ സെറ്റ് ക്ലിയർ അല്ലടാ? യെസ്.
അങ്ങനെയാണെങ്കിൽ ലീനിയർ മൊമെന്റം നമുക്ക് പറയാം. ലീനിയർ മൊമെന്റം ഓൾറെഡി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സംഭവം തന്നെയാണ്. പി ഇസ് ഈക്വൽ ടു P1 പ്ലസ്, അതായത് നമ്മുടെ ടോട്ടൽ മൊമെന്റം ലീനിയർ മൊമെന്റം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ഇൻഡിവിജ്വൽ വരുന്ന മൊമെന്റംസിന്റെ എല്ലാത്തിന്റെയും സം എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. സോ ദാറ്റ് ഈസ് ദിസ് തിങ്. Okay അല്ലേ? The total momentum of a system of particles is equal to the product of total mass of the system and the velocity of the center of mass. നമ്മൾ അത് ഓൾറെഡി പറഞ്ഞു അല്ലെ? P which is equal to total mass into VCOM എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? എക്സാക്ട്ലി ദ സെയിം തന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ dP/dt, അതായത് നമ്മൾ ഇനിയിപ്പം ന്യൂട്ടൺ സെക്കൻഡ് ലോ നമ്മൾ നോക്കുവാണ്. നമുക്കറിയാം എന്താണ്? യെസ്, F is equal to, okay, F is equal to എന്തായിരുന്നു? dP/dt ആണ് അല്ലെ? dP/dt ആണ്. സോ ഹിയർ നമുക്ക് എഫിന് നമുക്ക് എന്ത് കൊടുക്കാം? മാസ് ഇൻറ്റു ആക്സലറേഷൻ. ഫോർ ദാറ്റ് dV/dt അല്ലെ? dV/dt. സോ ഹിയർ ഇറ്റ് വിൽ ബി m ഇൻറ്റു a എന്ന് വരും. ആൻഡ് വി ക്യാൻ സേ ദാറ്റ് dP/dt. ഓക്കെ, dP/dt ഇതെങ്ങനെയാ വരുന്നതെന്ന് മനസ്സിലായോ? ഒന്നുമില്ല, സിമ്പിൾ. നമ്മുടെ ഒരു എന്താ പറയാ, ന്യൂട്ടൺ സെക്കൻഡ് ലോന്റെ എക്സ്റ്റെൻഡഡ് ബോഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്തുവാ? നമ്മൾ dP/dt തുടങ്ങുക. ഓക്കെ, dP/dt. സോ ഹിയർ ഇറ്റ് വിൽ ബി dP എന്ന് പറയുമ്പോൾ d/dt ഓഫ് മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് എന്ന് പറയുന്നതിൽ മാറ്റമല്ല അല്ല, അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ dV/dt എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ആക്സലറേഷൻ. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ ദാറ്റ് ഇസ് ഫോഴ്സ്. ഇതല്ലേ നമ്മൾ സെക്കൻഡ് ലോയിൽ പറഞ്ഞത്. സോ ദിസ് ഇസ് ഫോർ എക്സ്റ്റെൻഡഡ് ബോഡീസ്. ഓക്കെ അല്ലേ? യെസ്. ഇനി എക്സ്റ്റേണൽ ഫോഴ്സസ് എല്ലാം തന്നെ സീറോ ആണെന്നുണ്ടെങ്കിൽ dP/dt അല്ലെങ്കിൽ F external which is equal to 0. So dP/dt will be 0 and we can say that this linear momentum will be a constant value. Clear alada? Thus when total external force acting on a system of particles is 0, okay, F external എന്ന് പറയുന്നത് 0 ആണെന്നുണ്ടെങ്കിൽ the total linear momentum of the system will be constant. So the law of conservation of the total linear momentum of a system of particles. Okay അല്ലേ? So law of conservation ആണ് ഇവിടെ നമ്മൾ എന്താ പറയാ പറയാതെ പറഞ്ഞു പോയത്. ഓക്കെ അല്ലാതെ ഇതുവരെ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യെസ്, ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫീഡ്ബാക്സ് ഓക്കെ ഏത് സമയത്തുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലായത് അല്ലെങ്കിൽ മനസ്സിലാകാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് ടൈം അടക്കം സ്പെസിഫൈ ചെയ്യുക. വീണ്ടും അടുത്ത് നമ്മൾ ലൈവ് വരുമ്പോൾ നിങ്ങൾക്ക് അത് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നെക്സ്റ്റ് വൺ ആംഗുലാർ ആൻഡ് ലീനിയർ വെലോസിറ്റി. അപ്പൊ നമ്മൾ പറഞ്ഞു ലീനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് m ഇൻറ്റു മാസിന്റെ വെലോസിറ്റി. ടോട്ടൽ മാസ് ഇൻറ്റു സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി ആണ് എന്താ പറയുക നമ്മുടെ ലീനിയർ മൊമെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ്. നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ വരും. അതായത് ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ. അതൊന്നുമില്ലടാ, v is equal to r ഒമേഗ. ഒമേഗ എന്ന് പറയുന്നതാണ് നമ്മുടെ ആംഗുലാർ വെലോസിറ്റി. സോ ഹിയർ we can say that എന്താണ് v is equal to r omega. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കുവാണ്, അതായത് നമ്മുടെ എന്താ പറയാ ഈ ആക്സിസിലുള്ള ഒരു പോയിന്റ്. ഓക്കെ അല്ലെ? ആക്സിസിലുള്ള ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആറിന്റെ വാല്യൂ എന്തായിട്ട് വരും? 0. ഓക്കെ, ഇൻറ്റു ഒമേഗ, ദാറ്റ് മീൻസ് 0. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആക്സിസിലുള്ള എല്ലാ പാർട്ടിക്കിൾസും എന്താണ്? സ്റ്റേഷനറി ആണ് എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ അല്ലെ? നമ്മൾ ഇൻ ദ ബിഗിനിങ് തന്നെ പറഞ്ഞു ആക്സിസിലുള്ള എല്ലാ പാർട്ടിക്കിൾസും എന്തായിരിക്കും? യെസ്, സ്റ്റേഷനറി ആണ്. എന്തുകൊണ്ടാണ് സ്റ്റേഷനറി ആയി പോയത്? യെസ്, എക്സാക്ട്ലി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് തന്നെ. അവിടെ വരുന്ന പാർട്ടിക്കിൾ, അതായത് ഈ ആറ് ഡിനോട്ട് ചെയ്യുന്ന എന്താണ്? നമ്മൾ എടുക്കുന്ന പോയിന്റ് ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നും എത്രത്തോളം അകലെയാണ് എന്നുള്ളതാണ് സ്പെസിഫൈ ചെയ്യുന്നത്. സോ ഹിയർ ഇസ് ദ ആൻസർ v is equal to r ഒമേഗ. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് വൺ ഇസ് ടോർക്ക് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് ടോർക്ക് വരുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗുലർ വെലോസിറ്റിയുടെ കൂടെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയുവാണ്. ഈ ആംഗുലർ വെലോസിറ്റിനെ തന്നെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ലീനിയർ വെലോസിറ്റിനെ പറഞ്ഞു എന്താണ്? dx/dt അല്ലെ? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ പറയാം? ഇവിടെ ഉണ്ടായ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ അല്ലേ? സോ ഇതിന്റെ യൂണിറ്റ് വരുന്നത് എന്തായിരിക്കും? റേഡിയൻ പെർ സെക്കൻഡ്. ഇത് ആംഗുലാർ വെലോസിറ്റി ആണ് കേട്ടോ പറയുന്നത്, ആംഗുലാർ വെലോസിറ്റി. ഓക്കെ അല്ലേ? കാരണം ഇത് ഞാനിപ്പോൾ വീണ്ടും സ്പെസിഫൈ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരും. സോ ഇതിന് പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഇക്വേഷൻസും നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലടാ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ d∅dt അങ്ങനെയാണെങ്കിൽ d∅ എന്ന് പറയുന്നത് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ഒരു റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുമ്പോൾ അവിടെ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 360 ഡിഗ്രിയാ അല്ലേ? അതായത് ഇതിപ്പോ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ അത് എടുക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 2π ആയിരിക്കും. ആൻഡ് ആ കംപ്ലീറ്റ് റെവല്യൂഷൻ എടുക്കുന്ന സമയമാണ് നമ്മൾ t ആയിട്ട് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംഗുലാർ വെലോസിറ്റിനെ തന്നെ എങ്ങനെയും പറയാം? 2π/t എന്ന് പറയാം. ആൻഡ് നമുക്കറിയാം 1/t എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ഫ്രീക്വൻസി. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2πf എന്നും നമുക്ക് എഴുതാം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റാടാ? യെസ്, അതായത് നമുക്ക് RPS, അതായത് നമ്മുടെ എന്താ പറയാ 2π into RPS എന്ന് പറയാം. ഓക്കെ അല്ലേ? RPS എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം, അതായത് this is actually rotation per second ആണ്. And also we can write it as 2π into RPM.
divided by 60. Okay, ഇത് rotation per minute ആണ്, divided by 60 ചെയ്യുന്നതാണ്. നമ്മൾ ഈ RPS നെ നമ്മൾ RPS is equal to RPM by 60 ആണ്. So we can also write like this. Okay അല്ലടാ, simple. അപ്പം ഇത്രയും ഇക്വേഷൻസ് ആണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്. ഇനി അടുത്താണ് ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറയുന്നത്, അതായത് ആക്സിലറേഷൻ സെയിം എക്സാക്ട്ലി ദ സെയിം തിങ്, അതായത് ഇതിന്റെ വെലോസിറ്റി കൂടിക്കൂടി വരുന്നത്. ദാറ്റ് മീൻസ് ആംഗുലാർ വെലോസിറ്റി കൂടിക്കൂടി ഇൻക്രീസ് ചെയ്ത് വരുന്നു. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു dv/dt ആണ് ഇതിന്റെ ഇക്വേഷൻ വരുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആൽഫ എന്ന് പറഞ്ഞിട്ടാണ് യൂഷ്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ആംഗുലാർ ആക്സിലറേഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. സോ dv/dt ആണ്. സോ ദാറ്റ് നമുക്ക് എഴുതാൻ പറ്റും എന്താണ്, സോറി dv/dt അല്ല, ഒമേഗ. ഓക്കെ, നമ്മൾ ഇവിടെ റൊട്ടേഷനിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ ആംഗുലർ ആക്സിലറേഷനെ റിപ്രസെന്റ് ചെയ്യുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് വി വിൽ യൂസ് ഒമേഗ. ആൻഡ് നമുക്കറിയാലോ ഒമേഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, d(θ/dt) അല്ലേ. അങ്ങനെയാണെങ്കിൽ d/dt of d(θ/dt). So here we will get the answer as d² θ divided by dt². ക്ലിയർ അല്ലടാ. സോ ഇതും നമ്മുടെ ഇക്വേഷൻ ആണ്. ആൻഡ് ഇതിന്റെ യൂണിറ്റ്, അതായത് ആംഗുലർ ആക്സിലറേഷന്റെ യൂണിറ്റ് വന്നിട്ട് റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ. ഹിയർ ആംഗുലർ വെലോസിറ്റിയുടെ വരുന്നത് റേഡിയൻ പെർ സെക്കൻഡ് ആണ്, ഹിയർ ഇറ്റ് ഇസ് റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ അല്ലേ, ക്ലിയർ ആയല്ലോ. ആൻഡ് ഇതിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ മീനിങ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, യെസ് നമ്മുടെ ലെക്ചേഴ്സ് കണ്ടാൽ മതി കേട്ടോ, നമ്മുടെ വൺ ഷോട്ടുകൾ കണ്ടാൽ മതി. ഒരുപാട് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് തന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ആ വീഡിയോസ് ഒക്കെ കാണുക. ഓക്കെ, കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പറയാം കേട്ടോ. ഇനി അടുത്തത് ആംഗുലാർ മൊമെന്റം. അത് നമുക്ക് അറ്റ് ദി എൻഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, കാരണം അവിടെ നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം നമുക്ക് പറയാനുണ്ട്. സോ അത് നമുക്ക് അറ്റ് ദി എൻഡ് നമുക്ക് പറയാം. ആൻഡ് ഹിയർ ഇറ്റ് ഇസ് ടോർക്ക്. ടോർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഒന്നുമില്ലടാ, അതായത് എന്താ പറയാ, നമ്മുടെ ലീനിയർ മോഷനിൽ നമ്മൾ പറയുന്ന ഫോഴ്സ്, ഓക്കെ അല്ലെ, അതിന്റെ റൊട്ടേഷണൽ അനലോഗ് ആണ് എന്തെന്ന് പറയുന്നത് ടോർക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്, മൊമെന്റ് ഓഫ് ഫോഴ്സ്. മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഓക്കെ, എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, യെസ്, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ അല്ലെ, അതാണ് എന്തെന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഫോഴ്സ്, അല്ലെങ്കിൽ നമ്മൾ ടോർക്ക് എന്ന് വിളിക്കുന്നത്. അപ്പൊ ടോർക്കിനെ തന്നെ നമുക്ക് എങ്ങനെ പറയാം, റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് പറയാം മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ അല്ലെ. സോ ഇതൊക്കെ എന്ത് തന്നെയാണ്, ടോർക്ക് തന്നെയാണ്. ആൻഡ് അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഗ്രീക്ക് ലെറ്റർ ടോ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലടാ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ടോർക്കിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കാണാം, യെസ് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് നമ്മൾ പറഞ്ഞു ഫോഴ്സ് ഇൻറ്റു ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. സോ ദാറ്റ് ഇസ് ആർ. ഓക്കെ, ആർ ക്രോസ് എഫ് ആണ് എന്തെന്ന് പറയുന്നത് ടോർക്കിന്റെ വാല്യൂ. ആൻഡ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, RF sin θ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ അല്ലെ, RF sin θ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതാണ് ടോർക്ക് എന്ന് പറയുന്നത്. ആൻഡ് ടോർക്ക് ഓഫ് ദി ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദി സിസ്റ്റം അബൌട്ട് പോയിന്റ് O is given by നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഇതിന്റെ ടോർക്ക് ഇസ് ആൻ ആക്സിയൽ വെക്ടർ. ആൻഡ് ഇതിന്റെ ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്. സോ ഹിയർ നമ്മൾ എന്താ പറയാ, ഈ ആക്സിസ് ഓഫ് റൊട്ടേഷൻ അല്ലെങ്കിൽ ഏത് പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ആ പോയിന്റിൽ നിന്ന് ഫോഴ്സിന്റെ ഡയറക്ഷനോട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ വിരലിനെ നമ്മൾ കേൾ ചെയ്യും. ആൻഡ് നമ്മുടെ തമ്പ് തരുന്ന ഡയറക്ഷൻ നമുക്ക് എന്ത് പറയാം, ടോർക്കിന്റെ ഡയറക്ഷൻ ആണെന്ന് പറയും. ഓക്കെ, എക്സാക്ട്ലി നമുക്ക് നേരെ താഴത്തേക്കും വരാം, ഓക്കെ, ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് വരാം. സോ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം. ഓക്കെ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ് ഇതിന് തരുന്നത്. ഇനി അടുത്തത് മാഗ്നിറ്റ്യൂഡ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, RF sin θ ആണ്. ഇനി നെക്സ്റ്റ് ആണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് സെന്റർ ഓഫ് മാസ് ഓഫ് എ റിജിഡ് ബോഡി coincide when the gravitational field is uniform across the body. Okay അല്ലേ, and center of gravity of a body is the point which the total gravitational torque on the body is 0. Okay, എന്താണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്, സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവിടുത്തെ ടോട്ടൽ ടോർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ അല്ലേ, സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി, ഈ സെന്റർ ഓഫ് മാസും സെന്റർ ഓഫ് ഗ്രാവിറ്റിയും എന്താണ് കോയിൻസൈഡ് ചെയ്യും when the gravitational field is uniform across the body. ഓക്കെ അല്ലെ, ഒരു ബോഡിനെ സംബന്ധിച്ചിടത്തോളം യൂണിഫോം ഗ്രാവിറ്റേഷണൽ ഫീൽഡ് യൂണിഫോം ആണെങ്കിൽ ഇതെന്താണ്, യെസ്. ആൻഡ് ദെൻ നമുക്ക് ഇതിന്റെ വാല്യൂ ആയിട്ട് പറയാം എന്താ പറയുക, ഗ്രാവിറ്റേഷണൽ ടോർക്ക് വിച്ച് ഇസ് ഈക്വൽ ടു ഈ എന്താ പറയുക നമ്മുടെ സം ഓഫ് ദി ടോർക്ക് ആക്ടിങ് ഓൺ ദി സിസ്റ്റം. ആൻഡ് അതിനെ തന്നെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, R ക്രോസ് F അല്ലേ. സോ ആറിന് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തു, സമ്മേഷൻ ആണ് കൊടുക്കുന്നത്. കാരണം എന്താണ്, n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും അല്ലെ, n നമ്പർ ഓഫ് പോയിന്റ് മാസസ് ഉണ്ടായിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ സമ്മേഷൻ കൊടുക്കുന്നത് ക്രോസ് M. അതായത് ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഇസ് mg. ഓക്കെ അല്ലേ, യെസ്. അടുത്തത് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം, അതായത് ടോർക്കിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഇഫ് ടോർക്ക് ഡ്യൂ ടു ദ ഫോഴ്സ് കപ്പിൾ ഇൻ ദ ഗിവൺ ഫിഗർ അബൌട്ട് പോയിന്റ് A is 15 Newton meter, then
അതായത് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഫോഴ്സ് എന്താണ് ഈക്വലന്റ് ഓപ്പോസിറ്റ് താഴത്തോട്ട് മുകളിലോട്ട് ആക്ട് ചെയ്യുവാണ് ആൻഡ് 10 ന്യൂട്ടൺ ആണ് അതൊന്നും തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോർക്ക് ഡ്യൂ ടു ഫോഴ്സ് കപ്പിൾ ഇസ് ദ സെയിം അബൌട്ട് എവറി പോയിന്റ്. ടോർക്ക് ഡ്യൂ ടു ദ ഗിവൺ കപ്പിൾ അബൌട്ട് പോയിന്റ് എ. സോ നമുക്കറിയാലോ ടോർക്കിന്റെ വാല്യൂ എന്താണ് ആർ ക്രോസ് എഫ് ആണ്. ഓക്കെ അല്ലേ? സോ ഹിയർ നമുക്ക് പറയാൻ പറ്റും ഇവർ തമ്മിലുള്ള അതായത് ആറും അതുപോലെ തന്നെ എഫും തമ്മിലുള്ള എന്താ പറയാ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. കാരണം എഫ് ആക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് അല്ലേ? യെസ്. ആൻഡ് ആർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഡിസ്റ്റൻസ് എടുക്കുന്നത് അല്ലേ? സോ ആ ഡിസ്റ്റൻസും പെർപെൻഡിക്കുലർ ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് സൈൻ 91 ആയതുകൊണ്ട് നമുക്ക് അത് ഇഗ്നോർ ചെയ്യാം. സോ ടോർക്ക് വിൽ ബി ഇൻറ്റു എഫ് ഇൻറ്റു എൽ ആയിരിക്കും. ആൻഡ് ഹിയർ എല്ലിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. സോ എഫ് ഇൻറ്റു എൽ വിച്ച് ഇസ് ഈക്വൽ ടു 15 ന്യൂട്ടൺ മീറ്റർ ആണെന്ന് നമുക്കറിയാം. സോ എൽ ഇതിൽ നിന്ന് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. കാരണം ടോർക്കിന്റെ വാല്യൂ അറിയാം. സോ again സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ അല്ലടാ? സോ ദാറ്റ് ഈസ് ദി ആൻസർ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇക്വിലിബ്രിയം ഓഫ് എ റിജിഡ് ബോഡി. അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് ഇക്വിലിബ്രിയം ആണുള്ളത്. ഒന്ന് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം ആൻഡ് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. ഓക്കെ അല്ലെ? ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സം ഓഫ് ദി ഫോഴ്സസ് അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ആൻഡ് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അവിടുത്തെ നെറ്റ് ടോർക്കിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് അവിടെ മൾട്ടിപ്പിൾ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ബട്ട് ദ നെറ്റ് ടോർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ആൻഡ് ഒരു സിസ്റ്റം മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അത് ട്രാൻസ്ലേഷണൽ ആൻഡ് റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ അല്ല? ബോത്ത് ഇക്വിലിബ്രിയം അതായത് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നെറ്റ് ഫോഴ്സ് 0 ആണ്, നെറ്റ് ടോർക്കും 0 ആയിരിക്കും. ഇനി ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് ഫോഴ്സ് 0 ആണ്, റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് ടോർക്ക് 0 ആണ്. ക്ലിയർ അല്ലേ? ആൻഡ് നെറ്റ് ടോർക്ക് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഒരെണ്ണം ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഒരെണ്ണം ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും എന്താ പറയാ അതിന്റെ ഡയറക്ഷൻ വരുന്നത്. ഇനി അടുത്തത് ഒരു സിമ്പിൾ ചോദ്യമാണ് കേട്ടോ. A non-uniform bar of weight W is suspended at rest by two strings of the negligible weight as shown in the figure. The angles made by the string with the vertical are 36.9 degree and 53.1 degree respectively. The bar is 2 meters long. Calculate the distance D of the center of gravity of the bar from its left. So here നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യൻ നോക്കിക്കേ, വെയിറ്റ് W ആണ്. അതായത് ആ ഒരു ബാറിൽ ആക്ട് ചെയ്യുന്ന വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് W. അത് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ആൻഡ് 2 സ്ട്രിങ്സ് ഉണ്ട്, അതിന്റെ വെയിറ്റ് നമുക്ക് നെഗ്ലിജിബിൾ ആണ്. ഇനി ആംഗിൾസ് മെയ്ഡ് ബൈ ദ സ്ട്രിങ് വിത്ത് വെർട്ടിക്കൽ. ഓക്കെ, അതായത് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ വെർട്ടിക്കലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒരെണ്ണം 36.9 ആണ്, മറ്റേതാണെന്നുണ്ടെങ്കിൽ 53.1 ഡിഗ്രി ആണ്. സോ ദിസ് ആംഗിൾ ആൻഡ് ദിസ് ആംഗിൾ വിൽ ബി ഈക്വൽ. ഓക്കെ, ആൻഡ് ഹിയർ ദിസ് ആംഗിൾ ആൻഡ് ദിസ് ആംഗിൾ വിൽ ബി ഈക്വൽ. ഓക്കെ അല്ലേടാ? ആൻഡ് ബാർ എന്ന് പറയുന്നത് ഇതിന്റെ ലെങ്ത് എത്രയാണ്? ദാറ്റ് ഇസ് 2 മീറ്റർ. ഓക്കെ അല്ലേ? ഇനി നമ്മളത് ചോദിച്ചിട്ടുള്ളത് കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് D എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? D ആണ് നമ്മളത് ചോദിച്ചിട്ടുള്ളത്. സോ ഹിയർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? യെസ്, ഇവിടെ എല്ലിന്റെ വാല്യൂ 2 മീറ്റർ, അതായത് നമ്മുടെ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആൻഡ് ഓൾസോ ഹിയർ വി ക്യാൻ സീ ദാറ്റ് ഇതിനെ നമ്മൾ കമ്പോണൻസ് ആക്കി. ഓക്കെ അല്ലേ? ഇതിനെ നമ്മൾ T1 എന്ന കമ്പോണൻസ് ആക്കി. സോ ദിസ് ഇസ് തീറ്റ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീറ്റനോട് അടുത്ത് കിടക്കുന്ന ആംഗിളിനോട് അടുത്ത് കിടക്കുന്ന സൈഡാണ് കോസ് ആയിട്ട് വരിക. സോ ഹിയർ ഇറ്റ് വിൽ ബി T1 cos 36.9. Here it will be T1 sin. Okay, and here it is 53.1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് കിടക്കുന്ന T2 cos value and T2 sin value. ഓക്കെ അല്ലേ? ആൻഡ് ദിസ് ഇസ് ദ ഡിസ്റ്റൻസ് D എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കേടാ, ഇവിടെ നമുക്ക് അറിയാം ഫ്രീ ബോഡി ഡയഗ്രം നമ്മൾ ആദ്യം വരച്ചു. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഫ്രീ ബോഡി ഡയഗ്രം നമ്മൾ വരയ്ക്കണം. എന്താണ് ഫ്രീ ബോഡി ഡയഗ്രം? ഒന്നുമില്ല, അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എല്ലാം തന്നെ കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഡയഗ്രം ആണ്. ഓക്കെ അല്ലേ? ഇനി ലെങ്ത് ഓഫ് ദി ബാർ തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 2 മീറ്റർ. ഇനി T1 T2 ആണ് രണ്ട് ടെൻഷൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, അതായത് ലെഫ്റ്റിലും റൈറ്റിലും സ്ട്രിങ്സിൽ റെസ്പെക്റ്റീവ്ലി ആക്ട് ചെയ്യുന്ന ടെൻഷൻസ് ആണ് T1 ആൻഡ് T2. ആൻഡ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും T1 sin 36.9 ഡിഗ്രിയും T2 sin 53.1 ഡിഗ്രി എന്ന് പറയുന്നതും എന്താണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ അല്ലെ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. സോ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, നോക്കിക്കേടാ, T1 by T2 കണ്ടുപിടിക്കാം. ഓക്കെ അല്ലെ? T1 by T2 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ദാറ്റ് is sin 53.1 divided by sin 36.9 ഡിഗ്രി. ഓക്കെ അല്ലേ? ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദ ആൻസർ ഇസ് 4/3 എന്ന് കിട്ടി. ഇനി ഫോർ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ഓൺ ടേക്കിംഗ് ദ ടോർക്ക് അബൌട്ട് ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി വി ഹാവ്, അതായത് ഫസ്റ്റത്തെ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? ദാറ്റ് ഇസ് T1 അല്ലെ? ഈ ഒരു ഫോഴ്സ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇൻ ടു D ഡിസ്റ്റൻസ്. ഇനി അപ്പുറത്തെ സൈഡ് നോക്കുവാണെന്നുണ്ടെങ്കിൽ, അപ്പുറത്തെ സൈഡ് ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 2 മീറ്റർ അല്ലെ? ആ 2 മീറ്ററിൽ നിന്ന് ബാക്കിയുള്ളത്, അതായത് D ഓൾറെഡി നമ്മൾ പറഞ്ഞു ആക്ട് ചെയ്യുന്നത്, ആൻഡ് മൈനസ് D ഇതായിരിക്കും അല്ലെ ബാക്കി ആ ബാറിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അവിടെ ആയിരിക്കും നമ്മുടെ ടോർക്കിന്റെ അടുത്ത ഫോഴ്സ് നമ്മൾ ആക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് T2 cos 53.1 into 2 minus D. ആൻഡ് ഇത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, ഇവിടെ നമുക്ക് T1
T1/T2 ന്റെ വാല്യൂ ഓൾറെഡി നമുക്ക് കിട്ടി. ഇനി നമുക്കിത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, D ന്റെ വാല്യൂ കിട്ടും. ഓക്കെ അല്ലേ? അങ്ങനെ D ന്റെ വാല്യൂ അറൌണ്ട് 0.72 മീറ്റർ ആണെന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേടാ? ഓൾ സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് moment of inertia ആണ്. വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഇൻ ദിസ് ചാപ്റ്റർ. ഓക്കെ അല്ലേ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. സോ എന്താണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയാ, നമ്മൾ മറ്റേ ലീനിയർ മോഷനിൽ നമ്മൾ പറയുന്ന മാസ് ആണ് ഇവിടെ വരുമ്പോൾ എന്തെന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യന്റെ ഇക്വേഷൻ എങ്ങനെ നമുക്ക് പറയാം, I is equal to mr². m എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് ആണ്, r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, യെസ് ഈ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നും വരുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് r എന്ന് പറയുന്നത്. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് m located at a perpendicular distance r from the axis is that is equal to mr². and as a scalar quantity. Okay അല്ലേ? and mass എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ kg ആണ്, r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ആണ്, so that is meter, and here it is square, so meter square. ഇതാണ് എന്തെന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് മനസ്സിലായി, റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് ആണ്. ഇനി അത് മാത്രമല്ല അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് mr² എന്ന് പറഞ്ഞിട്ടാണ്. സോ അവിടെ നമുക്ക് ഇനി കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ? യെസ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പോയിന്റ് ഒബ്ജക്റ്റ്. ഓക്കെ അല്ലേ? ഒരു പോയിന്റ് ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം n പാർട്ടിക്കിൾസ് വരുന്ന അല്ലെങ്കിൽ n പാർട്ടിക്കിൾസ് അതായത് ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നും എത്രയോ മീൻസ് n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിഫറെന്റ് ഡിസ്റ്റൻസിൽ ഉണ്ടായിരിക്കും അല്ലെ, ഡിഫറെന്റ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൽ അത്രയും ഒബ്ജക്ട്സ് ഉണ്ടായിരിക്കും. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് n പാർട്ടിക്കിൾസ് ഹാവിംഗ് മാസ് m1 m2 m3 എക്സെട്ര എക്സെട്ര mn, അതിനെല്ലാം ഡിസ്റ്റൻസും ഡിഫറെന്റ് ആണ്. സെയിം ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ളത് ആഡ് ചെയ്യേണ്ടതില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഉള്ള ഒബ്ജക്റ്റുകളാണെന്നുണ്ടെങ്കിൽ പോയിന്റ് മാസസ് ആണെന്നുണ്ടെങ്കിൽ ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ സം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫസ്റ്റ് ഇതിന്റെ I1 അല്ലെ, ദാറ്റ് ഈസ് m1 r1 പ്ലസ് അടുത്തത് m2 r2 അല്ലെ പ്ലസ് m3 r3 എക്സെട്ര എക്സെട്ര, എത്ര എണ്ണം ഉണ്ടോ അത്ര എണ്ണം. ഓക്കെ അല്ലേ? ഇനി സെയിം ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലോ, യെസ് r ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റ്സ് ആണെന്ന് വിചാരിക്കും. സോ m1 പ്ലസ് m2 പ്ലസ് m3 എക്സെട്ര എക്സെട്ര എന്ന് വരും. ഓക്കെ അല്ലേ? സോ ഇതിന് ഓൾ ടുഗദർ നമുക്ക് എന്ത് ചെയ്യാം, സം ചെയ്തിട്ട് സമ്മേഷൻ ആയിട്ട് എഴുതാനായിട്ട് പറ്റും. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ is added only if they are defined with respect to the same axis of rotation. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്തത് നമുക്കറിയാം കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, യെസ് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. I is equal to √r² dm ആണ് വരിക. ഇതിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ അറിയേണ്ടവർ എന്ത് ചെയ്യണം, യെസ് നമ്മുടെ വൺ ഷോട്ട് കാണണം കേട്ടല്ലോ. യെസ്, അപ്പൊ അതാണ് നമുക്ക് വേറെ പറയാനുള്ളത്. അതേപോലെ തന്നെ നമ്മളിപ്പോ മേ ബി നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ആറിന്റെ വാല്യൂ ആവറേജ് വാല്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ മേ ബി 0 വരുവാണെന്ന് വിചാരിക്കും. ഓക്കെ അല്ലെ? ആവറേജ് വാല്യൂ കാരണം എന്താണ്, യെസ് ഇവിടേക്കുള്ളത് നമ്മൾ പോസിറ്റീവ് ആയിട്ടും ഇവിടേക്കുള്ളത് നമ്മൾ നെഗറ്റീവ് ആയിട്ടും എടുത്തിട്ടുണ്ടെങ്കിൽ പോസിറ്റീവിന് കറസ്പോണ്ടിങ് ആയിട്ട് നെഗറ്റീവ് ഉണ്ടായിരിക്കും. സോ അങ്ങനെ അരിതമെറ്റിക് ഓപ്പറേഷൻസ് എല്ലാം ഫെയിൽ ആകുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം കൊണ്ടുവരുമല്ലോടാ, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് RMS അല്ലെ. RMS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആറിന് നമ്മൾ എന്ത് ചെയ്യും, RMS വാല്യൂ കണ്ടുപിടിക്കും. അതായത് RMS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ R1 ഉണ്ട്, R2 ഉണ്ട്, R3 ഉണ്ട്. ഓക്കെ അല്ലെ? അങ്ങനെ ഇത്രയും n നമ്പർ ഓഫ് ഇത് ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ ബാക്കിൽ നിന്ന് തുടങ്ങും അല്ലെ, സ്ക്വയർ ചെയ്ത് തുടങ്ങും അല്ലെ, സ്ക്വയർ ചെയ്തു. അതിനുശേഷം മീൻ ആണ്. ഓക്കെ അല്ലെ? മീൻ ആണ്. ഇവിടെ RN സ്ക്വയർ ഉണ്ടെങ്കിൽ മീൻ കണ്ടുപിടിച്ചു, ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ടോ അത്രയും. ഇനി ഇതിന്റെ റൂട്ടും കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടിയടാ, യെസ് RMS വാല്യൂ കിട്ടി. ഓക്കെ അല്ലെ? RMS വാല്യൂ കിട്ടി. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് k എന്ന് പറയുന്നത് എന്താണ്, റേഡിയസ് ഓഫ് ഗൈറേഷൻ. എന്താണ്, റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഓക്കെ അല്ലേ? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ, അതായത് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആറിന്റെ ആവറേജ് വാല്യൂ 0 ആകുന്ന സിറ്റുവേഷനിൽ നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ എങ്ങനെ വിളിക്കും, mk² എന്ന് പറയും. ഓക്കെ അല്ലെ? ആറിന് പകരം, അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു I is equal to mr² ആണ്. ആ mr²ൽ ആറിന് പകരം നമ്മൾ എന്ത് കൊടുക്കും, k² കൊടുക്കും. k എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് RMS വാല്യൂ ഓഫ് r എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഇനി അടുത്തത് നമുക്ക് എന്താണ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റിജിഡ് ബോഡീസ്. അപ്പം തിൻ യൂണിഫോം റിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് mr² ആണ്. ഇതിൽ കുറച്ച് സാധനങ്ങൾ, അതായത് ഇവിടെ നമ്മൾ പറയുന്ന എല്ലാ സാധനത്തിനും മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ പഠിച്ചിരിക്കണം. കാരണം അത് ആവശ്യം വരും, പ്രോബ്ലംസ് നമ്മുടെ അടുത്ത് ചോദിക്കും. ഓക്കെ അല്ലേ? പ്രോബ്ലംസ് നമ്മുടെ അടുത്ത് ചോദിക്കും. നമ്മുടെ അടുത്ത് ഡയറക്റ്റ്ലി ചോദിക്കുക എന്താണ് തിൻ യൂണിഫോം റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നല്ല ചോദിക്കുക, നമ്മുടെ ക്വസ്റ്റനിൽ അത് സ്പെസിഫൈ ചെയ്യും. ഓക്കെ, ദിസ് ഇസ് എ തിൻ യൂണിഫോം റിംഗ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ എന്തെങ്കിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാധനം കണ്ടുപിടിക്കാനായിരിക്കും. സോ അവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അറിയണം അവിടുത്തെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്നുള്ളത്. ഓക്കെ അല്ലേ? സോ ഇനി റിംഗിന് പകരം തിൻ യൂണിഫോം ഡിസ്ക് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടെ, ഇസ് എക്സാക്ട്ലി ഹാഫ് ആയിരിക്കും. അതായത് റിംഗിന്റെ ഹാഫ് ആയിരിക്കും ഡിസ്കിന്. ഓക്കെ അല്ലെ? റിംഗിന്റെ ഹാഫ് ആണ് ഡിസ്കിന് കേട്ടോ. ഓക്കെ അല്ലെ? ദാറ്റ് ഇസ് mr²/2. ഇനി അടുത്തത് ഒരു ഹോളോ സിലിണ്ടർ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ mr² ആണ്. ഇനി സോളിഡ് സിലിണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ mr²/2 ആണ്.
ഇനി അടുത്തത് തിൻ ഹോളോ സ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ അഗെയിൻ 2mr²/3 ആണ്, അല്ലെങ്കിൽ 2/3mr² ആണ്. ഇനി അതേപോലെ തന്നെ സോളിഡ് സ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ അഗെയിൻ 2/5mr² ആണ്. ക്ലിയർ അല്ലടാ? സോ ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യാസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് നത്തിങ് ബട്ട് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞു? ഡിസ്റ്റൻസ് k ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ where the whole mass of the rigid body can be assumed to be concentrated as a point mass such that the moment of inertia of the point mass is same as that of the rigid body. So നമ്മൾ പറഞ്ഞു I is equal to mk². So radius of gyration ന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? √I/m എന്ന് പറഞ്ഞിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലടാ? ഇക്വേഷൻ പഠിച്ചു വെക്കണം, ചോദിക്കും. The rotational analog of mass is called simple moment of inertia ആണ് മിസ്സേ. Yes. Next one is kinetic energy. Kinetic energy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു pure rotational motion ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും the kinetic energy of a rigid body combined motion obtained by summing the kinetic energies of its rotational and translational counterparts. So അങ്ങനെയാണെങ്കിൽ total kinetic energy എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? Yes, kinetic energy of translation and plus എന്താണ്? Yes, kinetic energy of rotation. ക്ലിയർ അല്ലടാ? സോ അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ലേഷന്റെ എന്താ വരുന്നത്? യെസ്, അത് നമുക്ക് ഓൾറെഡി അറിയാം. m ½m v². ഇവിടെ v എന്ന് പറയുന്നതായിരിക്കും സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി ആയിരിക്കും. ഇനി റൊട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ റൊട്ടേഷൻ ആണെങ്കിൽ ½ ആണ് വാല്യൂ വരുന്നത്. ഓക്കെ അല്ലേ? അതിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ I എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സെന്റർ ഓഫ് മാസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. ഓക്കെ അല്ലേ? സെന്റർ ഓഫ് മാസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. ഇനി അവിടുത്തെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് derive the expression for kinetic energy of a rotating body. ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയുടെ കൈനറ്റിക് എനർജി ഡിഫൈൻ ചെയ്യാനാണ് നമ്മുടെ അടുത്ത് പറയാം. നമ്മളിപ്പം ഓൾറെഡി പറഞ്ഞു ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ട്രാൻസ്ലേഷന്റെയും വരും റൊട്ടേഷന്റെയും വരും നമ്മൾ പറഞ്ഞു. അതിൽ റൊട്ടേഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് എന്താണ്? ½ നമ്മൾ പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തു. ഇതെങ്ങനെയാ വരുന്നത് എന്നുള്ളതല്ലേ നമുക്ക് അറിയേണ്ടത്? ഓക്കെ അല്ലേ? സോ നമുക്കറിയാം, നമുക്കൊരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്തു. ആ സിസ്റ്റത്തിൽ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. സോ ദ മാസ് will be equal to m1 plus m2 plus അല്ലേ? അങ്ങനെ m1 m2 അങ്ങനെ n number of mass ഉണ്ട്. ആൻഡ് ഈ n number of പാർട്ടിക്കിൾസ് ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നും ഡിഫറെന്റ് ഡിസ്റ്റൻസിലാണ്. m1 ആണെങ്കിൽ r1 ഡിസ്റ്റൻസിലാണ്, m2 ആണെങ്കിൽ r2 ഡിസ്റ്റൻസിലാണ്, m3 ആണെങ്കിൽ r3 ഡിസ്റ്റൻസിലാണ്. ആൻഡ് nth പാർട്ടിക്കിൾ nth മാസ് ഉള്ള പാർട്ടിക്കിൾ എവിടെ നിൽക്കുന്നത്? യെസ്, rn ഡിസ്റ്റൻസിലാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ ലീനിയർ വെലോസിറ്റി കണ്ടുപിടിക്കാലോടാ. ദാറ്റ് ഇസ് r ഒമേഗ അല്ലെ? ഈ ഒരു ഇക്വേഷൻ നമുക്കറിയാം. സോ ഈ ഒമേഗയ്ക്ക് വ്യത്യാസമില്ല അല്ലെ? ഒരു ബോഡി ആണെങ്കിൽ വൺ വെയിറ്റേജ് ചോദിക്കാം കേട്ടോ. അതായത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബോഡിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ലീനിയർ വെലോസിറ്റി ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ അതിന്റെ ആംഗുലർ വെലോസിറ്റിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോടാ? ഇല്ല, അതെല്ലാം സെയിം വെലോസിറ്റിയിൽ മാത്രമേ സഞ്ചരിക്കത്തുള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? എന്താണ്? യെസ്, ലീനിയർ വെലോസിറ്റി ഡിഫറെന്റ് ആയിരിക്കും റൊട്ടേഷണൽ മോഷനിൽ. ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ലീനിയർ വെലോസിറ്റി എപ്പോഴാണ് മാറുന്നത്? യെസ്, ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നും ഇത് എത്രത്തോളം അകലെയാണ്, ഓക്കെ, ആ അകലം മാറുന്നതിനനുസരിച്ചിട്ട് ലീനിയർ വെലോസിറ്റി മാറിക്കൊണ്ടേയിരിക്കും. ക്ലിയർ? യെസ്. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ½ × m1 v1² ആണ് അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ v1 നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? v1 നമുക്ക് കൊടുക്കാം r ഒമേഗ. ഓക്കെ അല്ലെ? സോ ദിസ് വിൽ ബി r1 ഒമേഗ. അങ്ങനെയാണെങ്കിൽ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇല്ലേ? ഇവിടെ ഞാൻ ഒരൊറ്റ പാർട്ടിക്കിളിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. എന്താണ്? ½ × m1 × r1² ഒമേഗ² അല്ലെ? v1² ആ. ഓക്കെ, v1², that means r1² ഒമേഗ² അല്ലെങ്കിൽ r1 ഒമേഗ ദ ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലടാ? യെസ്. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് എന്താ അറിയേണ്ടത്? ഒരു പാർട്ടിക്കിൾ ഇങ്ങനെയാണെങ്കിൽ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഇവിടെ ഞാൻ ഈ ഒരു ഇക്വേഷൻ ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ എല്ലായിടത്തും ഹാഫ് ഉണ്ട്. ഹാഫിനെ ഞാൻ പുറത്തേക്ക് എടുത്തു. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരൊക്കെയാ ഉള്ളത്? യെസ്, ഒമേഗ² ഉണ്ട് കോമൺ ആയിട്ട്. അതിനും ഞാൻ പുറത്തേക്ക് എടുക്കും. അതായത് ½ ഒമേഗ² ഞാൻ പുറത്തേക്ക് എടുത്തേക്കാണ് കേട്ടോ. ½ ഒമേഗ² ഞാൻ പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കിക്കേടാ, ഇവിടെ ആരാ ഉള്ളത്? m1 r1². ഓക്കെ, m1 r1². അടുത്ത ടേമിൽ m2 r2² അല്ലെ? m2 r2². കാരണം എന്താണ്? ഹാഫും ഒമേഗയും പോയി. അതേപോലെ തന്നെ എക്സെട്ര എടുത്തു. ഹാഫും പോയി ഒമേഗയും പോയി. പിന്നെ ഇവിടെ ആരുള്ളത്? mn rn². ഓക്കെ അല്ലേ? ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ പഠിച്ചായിരുന്നല്ലോ. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് mr² ആണെന്ന് പഠിച്ചല്ലോ. സോ I1 എന്ന് പറയുന്നത് എന്തായിരിക്കും? I1 എന്ന് പറയുന്നത് m1 r1² ആയിരിക്കും. I2 എന്ന് പറയുന്നത് എന്തായിരിക്കും? m2 r2² ആയിരിക്കും. I3 എന്ന് പറയുന്നത് എന്തായിരിക്കും? m3 r3² ആയിരിക്കും. സോ ലൈക്ക് ദാറ്റ് വേ നമുക്ക് എന്ത് ചെയ്യാം? ½ × m ഒമേഗ² × I1 plus I2 plus I3 plus എക്സെട്ര in എന്ന് വരും. ഓക്കെ അല്ലേ? ആൻഡ് ഓൾ ടുഗെദർ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാടാ? നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതായത് നമ്മൾ പറഞ്ഞു I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? സം ഓഫ് mi ri² അല്ലെ? I is equal to 0 to n.
ഓക്കെ അല്ലടാ, ഇതല്ലേ നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യയിൽ പഠിച്ചത് അല്ലേ? n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ ആണ് ഇത്. ആ വാല്യൂ അല്ലടാ ഈ ബോക്സിനകത്ത് കിടക്കുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് I1 പ്ലസ് I2 പ്ലസ് I3 പ്ലസ് എക്സെട്ര എക്സെട്ര അല്ലെ, സം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് റെപ്രസെന്റ് ചെയ്യാം? ഇവിടെ ഓൾറെഡി എന്റെ പുറത്ത് ആരൊക്കെ കിടക്കുന്നുണ്ട്? ഹാഫ് എം ഒമേഗ സ്ക്വയർ കിടപ്പുണ്ട്. ഓക്കെ അല്ലേ? ഹാഫ് എം ഒമേഗ സ്ക്വയർ കിടപ്പുണ്ട്. ഓക്കെ സോറി എടാ, എം പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല, എം ഡിഫറെന്റ് ആണ് എടാ, എം എടുക്കരുത് കേട്ടോ. ഓക്കെ, ഉള്ളില് എം ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹാഫ് ഒമേഗ സ്ക്വയർ ആണ് നമ്മൾ പുറത്തെടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി ഇതെല്ലാം എന്താണ്? സം ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ഐ. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ സമ്മറൈസ് ചെയ്ത് എഴുതാം, ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ദിസ് ഇസ് ഹൗ വി ആർ ഗെറ്റിംഗ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ആസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ഇനി നെക്സ്റ്റ് വൺ ആണ് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കാവുന്ന 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ മറ്റേടത്ത് പറഞ്ഞ ലീനിയർ മൊമെന്റം ഉണ്ടല്ലോ, ലീനിയർ മൊമെന്റം അതിന്റെ ഇവിടുത്തെ വേർഷൻ ആണ്, റൊട്ടേഷണൽ വേർഷൻ ആണ്, റൊട്ടേഷണൽ അനലോഗ് ആണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ആൻഡ് ഓൾസോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എന്താണ്? മൊമെന്റത്തിന്റെ അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം. ഓക്കെ അല്ലെ? മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം. മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർ മൊമെന്റം ഇൻടു എന്താണ്? ഒരു ഡിസ്റ്റൻസ്, ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ അല്ലെ? ആൻഡ് ദാറ്റ് ഈസ് ഹൗ L is equal to R cross P. ഓക്കെ അല്ലെ? അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിട്ട് എഴുതാം RP sin theta. ക്ലിയർ അല്ലടാ? ഇനി മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താണ്? ദാറ്റ് ഇസ് kg മീറ്റർ സ്ക്വയർ അല്ലെ, kg per second ആണ്. സോറി, യെസ്, മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ kg ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ അല്ലേ? യെസ്, kg മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മൊമെന്റത്തിന്റെ യൂണിറ്റ് വരുന്നത് അല്ലെ. ഇനി അഗൈൻ എന്തുണ്ട്? ഇവിടെ ആണെങ്കിൽ ഒരു ഡിസ്റ്റൻസ് വരുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് വരും. ഓക്കെ അല്ലെ? ഇതാണ് നമ്മുടെ ആംഗുലാർ മൊമെന്റത്തിന്റെ യൂണിറ്റ് വരുന്നത്. ഓക്കെ അല്ലെ? യെസ്, ആൻഡ് അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ആൻഡ് നമുക്ക് പറയാം ഇതിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞു R ക്രോസ് P ആണ്. ഇനി ലെറ്റ്സ് സേ നമ്മൾ P ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, P is equal to mv അല്ലേ? അപ്പൊ നമ്മൾ അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ നമുക്ക് കിട്ടും മാസ് ഇൻറ്റു R ക്രോസ് V എന്ന് കിട്ടും. ക്ലിയർ അല്ലടാ? യെസ്. ഇനി അടുത്തത് ആംഗുലാർ മൊമെന്റത്തിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? L is equal to I ഒമേഗ എന്ന് എഴുതാനായിട്ട് പറ്റും. എങ്ങനെയാണ്? L is equal to I ഒമേഗ. ഓക്കെ അല്ലെ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് കേട്ടോ, നമുക്ക് പ്രോബ്ലംസ് വരുമ്പോൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിന്റെ ആ ഒരു ഡെറിവേഷൻ ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. നമുക്കറിയാം ഒരു സിസ്റ്റത്തിന്റെ ആംഗുലാർ മൊമെന്റ്, ടോട്ടൽ ആംഗുലാർ മൊമെന്റം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ എല്ലാം സമ്മ് കാണണം അല്ലെ? ഇതെല്ലാം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്. സോ R പെർപെൻഡിക്കുലർ ഇൻറ്റു P, ആൻഡ് P ക്ക് നമ്മൾ കൊടുത്തു mv എന്ന് കൊടുത്തു, ആൻഡ് ഫൈനലി വി ഗോട്ട് ഇറ്റ് ആസ് I ഒമേഗ എന്ന് കിട്ടി. ഓക്കെ അല്ലെ? ആംഗുലാർ മൊമെന്റം വിച്ച് ഇസ് ഈക്വൽ ടു I ഒമേഗ, അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്? R ക്രോസ് P എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? ഓർ എൽസ് മാഗ്നിറ്റ്യൂഡ് ആസ് RP sin theta എന്നും പറയാനായിട്ട് പറ്റും. ഓക്കെ സെറ്റ്. ഇനി നെക്സ്റ്റ് വൺ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് പ്രതീക്ഷിക്കാം 100% പ്രതീക്ഷിക്കാം. കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. എന്താണ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം? യെസ്, അതായത് ഒരു സിസ്റ്റത്തിലെ എക്സ്റ്റേണൽ ടോർക്ക് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. ഓക്കെ അല്ലെ? ടോട്ടൽ നെറ്റ് ടോർക്ക് എന്ന് പറയുന്നത് 0 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു റിലേഷൻ അറിയാം, ടോ ഇസ് ഈക്വൽ ടു dl/dt ആണ്. ഓക്കെ അല്ലെ? dl/dt ആണ്. ഓക്കെ, എങ്ങനെയാ വന്നത്? യെസ്, നമുക്കറിയാം ടോർക്കിന്റെ വാല്യൂ നമുക്കറിയാം. സോ ഹിയർ ഇറ്റ് ഈസ് dl/dt ആണ്. ഓക്കെ, ക്ലിയർ അല്ലടാ? യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് വാല്യൂ വിൽ ബി 0. അങ്ങനെയാണെങ്കിൽ dl/dt 0 ആണെന്നുണ്ടെങ്കിൽ L is equal to എന്താണ്? ഒരു കോൺസ്റ്റന്റ് വാല്യൂ അല്ലേ? സംശയം ഉണ്ടോടാ? സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവം അല്ലേ? ഓക്കെ, ക്ലിയർ? യെസ്, ഐ ഹോപ്പ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കേട്ടോ. ഓക്കെ അല്ലടാ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടി dl/dt 0 ആണ്. അതായത് ടോർക്ക് ആക്ട് ചെയ്യുന്നില്ല, എക്സ്റ്റേണൽ ടോർക്കിന്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ ആംഗുലാർ മൊമെന്റം വിൽ ബി എ കോൺസ്റ്റന്റ് വാല്യൂ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ഓക്കെ, ഇങ്ങനെയൊന്നും എഴുതി വെച്ചേക്കരുത്, ഒരാൾക്ക് മനസ്സിലാവത്തില്ല. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലടാ? സിമ്പിൾ ആണ്. ടോർക്ക് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്? ആംഗുലാർ മൊമെന്റത്തിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. നെക്സ്റ്റ് വൺ, കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം യൂസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്കറിയാം I ഒമേഗ. ഓക്കെ, I ഒമേഗ എന്ന് പറയുന്നതാണ് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പറയാം I ഒമേഗ ഒരു കോൺസ്റ്റന്റ് അല്ലേ? ഓക്കെ അല്ലേ? I ഒമേഗ ഒരു കോൺസ്റ്റന്റ് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ I is equal to എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഇൻറ്റു 1/ഒമേഗ അല്ലേ? ദാറ്റ് മീൻസ് ആംഗുലാർ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യന്റെ വാല്യൂ കുറയും. ഓക്കെ അല്ലേ? എക്സാക്ട്ലി ദ സെയിം തിങ് ആണ് ഇവിടെ വരുന്നത്. ദ ടോട്ടൽ ആംഗുലാർ മൊമെന്റം ഇസ് കൺസർവ്ഡ്.
ഓക്കെ അല്ലെ? ടോട്ടൽ ആംഗുലാർ മൊമെന്റം വാസ് കൺസർവ്ഡ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ എന്താണ്? I is equal to mr². ഓക്കെ, കൈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ ബോഡിയിൽ നിന്നും ഒരുപാട് ദൂരെയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആറിന്റെ വാല്യൂ കൂടി, ദാറ്റ് ഇസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ കൂടി. മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ കൂടിയിട്ടുണ്ടെങ്കിൽ ഒമേഗ ആസ് പെർ ദിസ് ഇക്വേഷൻ, ഓക്കെ, ആസ് പെർ ദിസ് ഇക്വേഷൻ എന്തായിരിക്കും? അതിന്റെ വാല്യൂ കുറയും. ഓക്കെ അല്ലെ? അതായത് ആംഗുലാർ വെലോസിറ്റി കുറയും. അപ്പൊ റൊട്ടേഷണൽ സ്പീഡ് കുറയും. ഇനി നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുക. അങ്ങനെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? I is equal to mr² അല്ലേ? ആറിന്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ കുറയും. മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംഗുലാർ വെലോസിറ്റിയുടെ വാല്യൂ കൂടും. സോ നമ്മൾ കറങ്ങുമ്പോൾ സ്പീഡ് കൂടും. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ കുറെ ഡാൻസേഴ്സ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അവരിങ്ങനെ കൈ സ്ട്രെച്ച് ചെയ്തിട്ട് അവര് ലാൻഡിങ് അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ട് അവര് വന്ന് സ്പീഡ് കുറച്ച് നിൽക്കുന്നത് എങ്ങനെയാണ്? കൈ നേരെ ഇങ്ങനെ കൊണ്ടുപിടിക്കും. ഓക്കെ അല്ലേടാ? സെയിം. Okay അല്ലേ? Yes. When ballet dancers draws her arms closer to her body, her angular momentum അല്ലെങ്കിൽ angular velocity എന്തായിരിക്കും? സോറി, angular velocity ആണ് കേട്ടോ. ഞാൻ angular momentum ആണോ പറഞ്ഞതെന്ന് അറിയത്തില്ല. angular velocity ആണ് കേട്ടോ ഒമേഗ. ഓക്കെ അല്ലേ? യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? യെസ്, നമ്മൾ പറഞ്ഞു കൈ ക്ലോസർ ആയിട്ടുണ്ടെങ്കിൽ ആറിന്റെ വാല്യൂ കുറയുന്നു. ദാറ്റ് മീൻസ് I is equal to mr² ആണ്. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ കുറയുന്നു. I ഒമേഗ is equal to ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. സോ I is equal to a constant into 1 by omega ആണ്. This means I കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒമേഗയുടെ വാല്യൂ കൂടും. That means angular velocity increases. ഓക്കെ അല്ലെ? കൈ ഉള്ളിലോട്ട് പിടിക്കുമ്പോൾ ആംഗുലാർ വെലോസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ക്ലിയർ ആയില്ലോടാ? യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാം. സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്തായിരുന്നടാ? യെസ്, എക്സ്റ്റേണൽ ടോർക്ക് ഒന്നും തന്നെ അവിടെ ആക്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ dl/dt which is equal to 0. That means L is equal to a constant value. ഇനി write the relation between torque and angular momentum. Yes, again torque is equal to dl/dt. ഇനി if polar ice caps melts and spread uniformly, how the moment of inertia of earth would change? What will be its effect on the duration of a day? അതായത് ഇപ്പം polar ice melt ചെയ്തിട്ടുണ്ടെങ്കിൽ the water would spread on earth, so its moment of inertia would increase. Okay അല്ലേ? But the law conservation അനുസരിച്ചിട്ട് moment of inertia കൂടിയിട്ടുണ്ടെങ്കിൽ angular velocity എന്തായിരിക്കണം? കുറഞ്ഞിരിക്കണം അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ angular velocity, angular momentum constant ആയതുകൊണ്ട് തന്നെ angular velocity കുറയണം. സോ എന്താ പറയുക, സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഡിക്രീസ് ചെയ്യും. ഓക്കെ, സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഒമേഗ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക, ഒരു ദിവസത്തിന്റെ ദൈർഘ്യം കൂടും. ഓക്കെ അല്ലേ? മീൻസ് സ്പീഡ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? സ്പീഡ് കുറഞ്ഞാൽ ടൈം കൂടും. ഓക്കെ, അത് കവർ ചെയ്യാനുള്ള അത്രയും സ്പേസ് കവർ ചെയ്യാനുള്ള സമയം കൂടുതലായിരിക്കും എടുക്കുക. അതുകൊണ്ട് തന്നെ ഒരു ഡേ ടൈം കൂടുതലായിരിക്കും. ഓക്കെ അല്ലേടാ? സോ ഓൾമോസ്റ്റ് നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കോൺസെപ്റ്റും നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്ത എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? യെസ്, നമ്മുടെ വൺ ഷോട്ടുകൾ കാണാം, നമ്മുടെ ഡീറ്റെയിൽഡ് ലെക്ചേഴ്സ് കാണാം. എവിടെയെങ്കിലും കൺഫ്യൂഷൻസോ എന്തെങ്കിലും മണ്ടത്തരോ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്താൽ നേരെ ഓപ്പൺ ആയിട്ട് വന്നിട്ട് ഇവിടെ ചോദിക്കുക. ഞാൻ കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. ആരും പേടിക്കേണ്ട, ഞങ്ങളുടെ കമന്റ് വായിക്കത്തില്ലല്ലോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് റിപ്ലൈ തരില്ലല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് എപ്പോഴും കിട്ടിയിരിക്കും. അത് എൻ്റെ ഒരു വാക്കാണ്. നിങ്ങൾ കൃത്യമായിട്ട് റീസെന്റ് വീഡിയോസിലുണ്ട് കേട്ടോ. കാരണം എപ്പോഴും നമ്മൾ ഓൾവേസ് പുറകെ പോയിട്ട് നോക്കത്തില്ല. സോ റീസെന്റ് വീഡിയോസിന് നിങ്ങൾക്കുള്ള കമന്റ് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ പറയുവാണെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരാം. സോ എടാ മക്കൾ, ഇതുവരെയും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സ്റ്റേ ട്യൂൺ ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.